ഇതാണ് മ്യൂസിയം. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് വന്നതാണ്. അതിൻ്റെ എൻട്രിയാണ് ഇത്. അപ്പം ബാക്കി മ്യൂസിയത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി നല്ല ആളാണ് നിന്ന്. ആളെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ദിവാലി വെക്കേഷൻ ആയതുകൊണ്ടില്ല തിരക്കാണ്. लईम ज्यूसिंचे लईम सोडा आणि नंतर मग इकडे आलो असं. त्यात इथून बाहेर पडल्यानंतर मग ठरवलं नेमकी काय करायचं. ഏരിയ ചൂടുണ്ട്, അതുകൊണ്ട് അതെല്ലാം നല്ല തിരക്കാണ്. പണ്ടത്തെ കോയിൻസ് കണ്ടോ, പഴയ കോയിൻസ് കുറേ. പഴയ കോയിൻസ് കളക്ട് ചെയ്യുന്നതൊക്കെ നല്ല കോയിൻസ്, സ്റ്റാമ്പല്ലോ. എല്ലാ കുറേ രാജ്യത്തിൻ്റെ കോയിൻസ് ഉണ്ട് അതിൽ കുറേ. ഓ ആ ഒരു വെള്ള ഇന്ത്യൻ കോയിൻസിന് 1000 ഉറുപ്പ്യ പോലും. 1000 ഉറുപ്പ്യ നമ്മളെ പണ്ടത്തെ 5 പൈസ 10 പൈസേൻ്റെ എല്ലാം ഈ കോയിൻസിൻ്റെ ഇതിന് 1000 ഉറുപ്പ്യ. നല്ല പൈസയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മ്യൂസിയത്തിലേക്ക്, മുംബൈ മ്യൂസിയത്തിലാണെങ്കിൽ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണിത്. ആ കാണുന്ന മുമ്പിൽ കാണുന്ന അതാ മ്യൂസിയം. നല്ല നീറ്റ് ആൻഡ് ക്ലീനിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുംബൈയിൽ വരുമ്പോൾ, മഹാരാഷ്ട്രയിൽ വരുമ്പോൾ മെയിനായിട്ട് ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ കാര്യങ്ങളാണ് കൂടുതലും കാണാനുണ്ടാവുക. അപ്പോൾ മ്യൂസിയത്തിൻ്റെ പേരും ഛത്രപതി ശിവാജി മഹാരാജ് മ്യൂസിയം തന്നെയാണ് വരിക. അപ്പോൾ പറഞ്ഞു വരുന്നത് 200 ഉറുപ്പ്യ അഡൽട്സ് എൻട്രി ടിക്കറ്റ്. കുട്ടികൾക്ക് 40 രൂപ. 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 40 രൂപ. മിലിറ്ററി പേഴ്സണൽ 100 ഉറുപ്പ്യ. അതിൽ ഫോട്ടോഗ്രാഫി ടിക്കറ്റിൻ്റെ ചാർജസും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോഗ്രാഫി എല്ലാം ചെയ്യുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ വേണം. മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് മാത്രമാണ് ടിക്കറ്റിൻ്റെ കൂടെ. പിന്നെ ഓഡിയോ വീഡിയോ ഗൈഡ് ഉണ്ട്, അതിന് 50 രൂപ എക്സ്ട്രാ. അപ്പം ജനറലി 200 ഉറുപ്പ്യ ടിക്കറ്റിന്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി. ഇതെല്ലാം പഴയ ബിൽഡിങ്ങാണ്. അപ്പോൾ ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രി. കയറുമ്പം തന്നെ ഉള്ളൊരു ഹാളാണ് ഇത്. പണി നടക്കുന്നുണ്ട് ഇവിടെയെല്ലാം, റെനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം. പഴയ ബിൽഡിങ്ങിൻ്റെ സിനിമയെല്ലാം കാണുന്ന പോലെ കോണിപ്പടി. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറണം ഫസ്റ്റ് തന്നെ. അത് കണ്ടോ, പണിത്തരം കണ്ടോ നിങ്ങൾ? കോണിപ്പടീൻ്റെ പണിത്തരം. ഫസ്റ്റ് ഫ്ലോർ കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് തുടങ്ങുന്നത്. മ്യൂസിയം, സിൽവർ വെയർ, രണ്ട് ഫ്ലോറിലായിട്ടില്ല. താഴത്ത് കണ്ട പണി നടന്നുകൊണ്ടിരിക്കുക. വ്യൂ കണ്ടോ നിങ്ങൾ? അല്ല പണ്ടത്തെ കൊട്ടാരം അങ്ങനെ എന്തോ തോന്നുന്നേ. മ്യൂസിയമാക്കി എടുത്താന്ന് തോന്നുന്നു. മുകളിലെല്ലാം പണിത്തരം കണ്ട. വാവ്, സൂപ്പറായിട്ടുണ്ട്. നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഇതാ ഇതിലേക്കൂടെ ഇങ്ങനെ എൻട്രി ചെയ്യുക. നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ജനവാല് തുറന്നു കഴിഞ്ഞാൽ കാറ്റിങ്ങോട്ട് വരും, വെളിച്ചം വരും. ഇപ്പം എല്ലാം പൂട്ടിയിട്ടിരിക്കുക ജനവാല്. അങ്ങനെയാകുമ്പോൾ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കണ്ടോ ഈ ഭാഗം? നല്ല രസമായിട്ടുണ്ട് സംഗതി. മ്യൂസിയത്തിൻ്റെ ഒരു മോഡൽ കേട്ടോ. ഇതാ
ഈ കാണുന്നതാണ് മ്യൂസിയത്തിൻ്റെ ഒരു മോഡൽ. ഇവിടെ ഇതാ എഴുതിയിട്ട് ഛത്രപതി ശിവാജി, എല്ലാം ഛത്രപതി ശിവാജിൻ്റെ പേരിലാണ് ഉണ്ടാവുക ഇവിടെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ. റെയിൽവേ സ്റ്റേഷൻ അല്ല, ഒരു അധിക ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്. നമ്മൾ ഫുള്ള് മ്യൂസിയമാണ്. ഒരു ഈജിപ്ഷ്യൻ മമ്മി. ഇതിൽ ശരിക്കും റിയൽ ആണെന്ന് പറയുന്ന, ഇവിടെ എഴുതിയത് അങ്ങനെയാ. മണി ഗാലറിയാണ്, പണ്ട് ഉപയോഗിച്ച പൈസകളാണ് ഇത്. ഇത് കണ്ടിട്ട് വെള്ളീൻ്റെ പോലെയുണ്ട്. എല്ലാം ഗ്ലാസ്സിൽ വെച്ചിരിക്കുക. ഇത് വേറെ ടൈപ്പ് മണി ഗാലറി. ഇത് ചെമ്പിൻ്റെയാണ് കണ്ടിട്ട്, കോപ്പർ. മറ്റ് കുറച്ച് ടൈപ്പ് പൈസകൾ, ഇൻഡോ ഗ്രീക്ക് 3rd to 1st century BC. അങ്ങനെ ഓരോ കാലഘട്ടത്തിലെ പൈസകളും കോയിൻസ് അല്ല ഇത്. ഇവിടെ വരുമ്പോൾ ഇതും കുഷാന ഡൈനാസ്റ്റി. അങ്ങനെ കോയിൻസിൻ്റെ ഒരു കളക്ഷനും സെക്ഷനാണ് ഇവിടെ. ഈ കാണുന്ന എല്ലാം കോയിൻസ് ഗാലറിയാണ്. ഇതാ ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം കോയിൻസ് ഗാലറീൻ്റെ. ഇതിലിപ്പോൾ ഇത് ഇവിടെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കോയിൻസ്, ആ ചെറിയ വട്ടത്തിലെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പം പിന്നെ ഇങ്ങനെ വന്ന് 10 പൈസ 20 പൈസ, അതിപ്പോൾ ഇങ്ങനെയായി. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോയിൻസ്. നല്ല പണ്ടത്തെ കോയിൻസ് കാര്യങ്ങളും. ഇതിൽ ഈ കാണുന്ന സ്വർണ്ണമാണ്. സ്വർണത്തിൻ്റെ ബ്രേസ്ലെറ്റ് ആണോ എന്താണെന്നറിയില്ല, സ്വർണം തന്നെയാണ് സംഗതി. സ്വർണത്തിൻ്റെ കോയിൻ, സ്വർണത്തിൻ്റെ 2 ബ്രേസ്ലെറ്റ്, ഡാഗർ. അറബിയിലെന്തോ എഴുതിയിട്ടുണ്ടായില്ല ഡാഗറിൽ. മാർബിളിൻ്റെ പിടിയിലെ ഡാഗറാന്ന് തോന്നുന്നു, അറബിയിലെന്തോ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇത് ഈ പച്ച മൊനയില്ല, പച്ച കവറില്ല വാള്. ഗോഡസ് മഹാലക്ഷ്മി. അത് ഗോഡസ് മഹാലക്ഷ്മി, അത് സ്വർണത്തിലാണ്. അതുപോലെ ഒരു ചെറിയ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മോഡൽ. പണിത്തരം കണ്ട അതിൻ്റെ മുകളിൽ പച്ചയും ഗോൾഡും ആയിട്ടുള്ള പണിത്തരാണ്. ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ, ഒരു പ്രസൻറ്റോ ഗിഫ്റ്റോ കിട്ടിയ ടൈപ്പ് ഡ്രസ്സിംഗ് ടേബിൾ. ഇതെല്ലാം പണ്ടത്തെ ഓർണമെന്റ്സ് ആണ് ഈ കാണുന്നത്. ഇത് കാലിനിടുന്ന പാദസരം, നല്ല ഹെവി സാധനമാണ് ഇത്, കാലിനിടുന്ന പാദസരം. എല്ലാം ഓർണമെന്റ്സിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഇവിടെ. പല ടൈപ്പ് പുതിയതും പഴയതുമായിട്ടുള്ള ഓർണമെന്റ്സ്. ഓക്കെ, നമുക്ക് ഓർണമെന്റ്സ് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ജസ്റ്റ് ഒരു ഓവർവ്യൂ. പോട്ട്രി സെക്ഷൻസ്. നമുക്കിവിടെ നിന്നെല്ലാം വേഗം അടിച്ചുവിടാം. ഇത് കട്ട്ലറി, പോട്ട്രി, ആ സെക്ഷൻസ് ഇതെല്ലാം. നമ്മളിപ്പോൾ ഉള്ളത് 3rd ഫ്ലോർ, 2nd ഫ്ലോറിലാണ്. 2 ഫ്ലോറാ.
ആമറി സെക്ഷനാണ് ഇത്. ആംസ് ആൻഡ് അമ്യൂഷൻസ്. ആംസാണ് മുഴുവനും, വാളും ബോഡി ഗാർഡും. പണ്ടത്തെ തോക്കിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ ഒരു 6 അടി, അത്രയും വലിയ തോക്കാ. അങ്ങനെ നമ്മൾ മ്യൂസിയം കഴിഞ്ഞു. CSTയിൽ വന്നിട്ട് ബോംബെയിൽ ഇവിടെ മ്യൂസിയം കണ്ടു. അടുത്ത് തന്നെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ആർട്ട് ഗാലറി ഉണ്ട്, ജഹാംഗീർ ആർട്ട് ഗാലറി ഉണ്ട്. ഇനി നമ്മൾ അടുത്ത പോകുന്നത് പിന്നെ ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അവിടെയുള്ള കാഴ്ചകളും കൂടെ കാണാം. ഇപ്പോൾ സമയം 2:30 മണി, കുറച്ച് വെയിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അവിടെ പോയി തണലത്ത് എവിടെയെങ്കിലും പോയിട്ടിരിക്കാം. എവിടെ? ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വൈകുന്നേരം വരെ ഇരുന്ന് എന്നിട്ട് വീട്ടിൽ പോവാം. തിരിച്ച് CST സ്റ്റേഷൻ വഴി റൂമിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സീനിലേക്ക് പോവാം. ഒരു വലിയ തോപ്പ് വേണ്ട, കാനൺ. ഞാൻ തന്നെ ആദ്യമായിട്ട് ഇത്ര വലിയ കാണുന്നത്. വിട്ട് കഴിഞ്ഞാൽ പൊട്ടി പാളിസാവും, തരിപ്പണാവും ഈ സംഗതി ബോംബിട്ടാൽ. അമ്മാരി സാധനം വലിയ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങുകയാണേ ഇവിടുന്ന്. പരിപാടിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ വെലുങ്ങനെ എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് ചോദിച്ചാൽ വെലുങ്ങനെയൊന്നും കാണാനില്ല. ചെറുതായിട്ട് ഒരു ഗ്ലിംസ് അത്രയേ ഉള്ളൂ. പിന്നെ ബോംബെ എല്ലാം ട്രിപ്പെല്ലാം വരുമ്പോൾ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാം. അതല്ലാണ്ട് വലിയ അങ്ങനെ മ്യൂസിയത്തിൻ്റെ ഒരു വണ്ണവും കാര്യങ്ങളൊന്നുമില്ല. കുറച്ചൊരു കളക്ഷൻസ് വരിക, കാണുക, അത്രയേ ഉള്ളൂ. 200 രൂപയാണ് ടിക്കറ്റ്, കുട്ടികൾക്ക് 40.